ജേയേശു. എൻ്റെ പേര് സിസ്റ്റർ എൽസി. ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെൻറ്റ് വിൻസെൻ്റ് പോൾ സഭയിലെ അംഗമാണ്. കല്ലോടിയിലാണ് എൻ്റെ വീട്. ഇപ്പോൾ 44 വർഷമായി തദ്ദേശീയരായ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു മിഷണറിയാണ് ഞാൻ. കല്ലോടിയിൽ മിഷൻ ലീഗിലെ അംഗമായിരുന്ന കാലത്ത് മിഷൻ പിരിവിനു വേണ്ടി വീടുകൾ കയറിയിറങ്ങുമ്പോഴും പാവങ്ങൾക്ക് വേണ്ടി മണലും കല്ലും ചുമന്ന് വീട് വയ്ക്കാൻ സഹായിക്കുമ്പോഴും രോഗികളെ സന്ദർശിക്കുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു മിഷണറി ആവണം എന്നുള്ള ആഗ്രഹം ഉദയം ചെയ്തിരുന്നു. 1980 ദൈവം എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു. ഒരിക്കലും കേൾക്കാത്തൊരു സഭയിലേക്ക്, ഒരിക്കലും കാണാത്ത സ്ഥലത്തേക്ക്, ഒറീസയിലേക്ക് ഈശോ എന്നെ വിളിച്ചു. അന്നു മുതൽ ഇന്നു വരെ പാവങ്ങളുടെ ഇടയിൽ സേവനമനുഷ്ഠിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒറീസ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ആസാം, നാഗാലാൻഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ ഏറ്റവും ദരിദ്രരായ ജനങ്ങൾക്കിടയിൽ എൻ്റെ ജീവിതത്തിലൂടെ യേശുവിൻ്റെ സ്നേഹത്തിനും കാരുണ്യത്തിനും സാക്ഷ്യം വഹിക്കുന്നതിൽ ഞാൻ സന്തോഷം കണ്ടെത്തി. അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെ കയ്യിലെടുക്കുമ്പോഴും രോഗികളുടെ മുറിവുകൾ വെച്ച് കെട്ടുമ്പോഴും ക്ഷയരോഗികൾ, കുഷ്ഠരോഗികൾ എന്നിവരെ സന്ദർശിക്കുമ്പോഴും അവരുടെ മുറിവുകൾ കഴുകി വൃത്തിയാക്കുമ്പോഴും കുന്നും മലകളും കയറിയിറങ്ങി രോഗികൾക്ക് മരുന്ന് കൊടുക്കുമ്പോഴും ഓരോ വീടുകളിലും കയറി അവരോട് കൂടെയിരുന്ന് അവരോട് ദൈവത്തെപ്പറ്റി പറയുമ്പോൾ അംഗവൈകല്യമുള്ള മക്കളെ സഹായിക്കുമ്പോൾ അവരിൽ ഞാൻ ക്രിസ്തുവിനെയാണ് കണ്ടിരുന്നത്. ഭക്ഷണം, സംസ്കാരം, ഭാഷ, കാലാവസ്ഥ, ജാതി, മതം, വർണ്ണം എന്നിവ എനിക്ക് ഒരു തടസ്സമായിരുന്നില്ല. മറിച്ച് അജ്ഞരായ ആളുകളിലേക്ക് ദൈവസ്നേഹം എത്തിക്കുന്നതിനുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. ഭാഷ പഠിക്കാൻ എനിക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ബംഗാളി, ഹിന്ദി, ഒറിയ, പിന്നെ സ്വന്തം ഭാഷയായ മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ സംസാരിക്കാനും എഴുതാനും പഠിച്ചു. ഗ്രാമങ്ങളിൽ അവരോടൊപ്പം ഭക്ഷണം കഴിച്ചും അവരോടൊപ്പം പ്രാർത്ഥിച്ചും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മല കയറി കാട്ടിലൂടെ നടന്ന് വളരെ ദൂരത്ത് കഴിയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുമക്കളെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ ആഴ്ചകളോളം അവരുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. രാത്രിയിൽ കിടക്കുമ്പോൾ പലപ്പോഴും കട്ടിലിനടിയിൽ കോഴി, പൂച്ച, പട്ടി, ആട് എന്നിവയൊക്കെ ഉണ്ടായിരിക്കും. കാറ്റിനോ മഴയ്ക്കോ കത്തുന്ന വെയിലിനോ കൊടുംതണുപ്പിൻ്റെയോ ദൈവസന്ദേശം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് എന്നെ തടയാൻ കഴിയില്ല. പാവങ്ങളാണെങ്കിലും സമർപ്പിതരോട് വളരെയധികം സ്നേഹവും ബഹുമാനവും പാവങ്ങളായ അവർക്കുണ്ട്. ഞാൻ വേദപാഠം പഠിപ്പിച്ച പലരും ഇപ്പോൾ പുരോഹിതന്മാരും സന്യാസികളുമാണ്. വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനും ദളിതരുടെ ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട്. ദൈവവചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതോടൊപ്പം സാമൂഹിക തിന്മകളെ ഉന്മൂലനം ചെയ്യുന്നതിനായി സാമൂഹിക സേവനങ്ങളും ഞങ്ങൾ നടത്തി. വിദ്യാഭ്യാസവും ആരോഗ്യ സേവനങ്ങളും നൽകിക്കൊണ്ടും അവരുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാവിധ സാമൂഹിക തിന്മകളെയും ഇല്ലാതാക്കിക്കൊണ്ടും ദളിതരെ മനുഷ്യരാക്കി തീർക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. എനിക്ക് കേരളത്തിലേക്ക് തിരിച്ചു വരാനായി ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ തന്നെ ഇവിടുത്തെ പാവങ്ങളുടെ ഇടയിൽ സേവനമനുഷ്ഠിക്കാനായി താല്പര്യം പ്രകടിപ്പിച്ചു. പാവങ്ങൾക്കിടയിൽ സേവനമനുഷ്ഠിക്കുന്നതിനായി വിളിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇനിയും ദൈവം ധാരാളം മക്കളെ മിഷണറി ആവാൻ തിരഞ്ഞെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും സംഭാവനയും ഞങ്ങൾക്ക് വിലയേറിയതാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങൾ ഓരോരുത്തരെയും ഓർത്ത് ഈശോയ്ക്ക് സമർപ്പിക്കുന്നതാണ്. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി. ജയ യേശു.